ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താ വെച്ചാൽ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഷാണത്. പക്ഷേ എന്നാൽ അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ് ഞാൻ. എന്താ വെച്ചാൽ പലർക്കും അത് അത്ര താല്പര്യം ഇല്ലാത്തതാണ്, എന്നാലും ചിലർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഡിഷുമാണിത്. അത് നമുക്ക് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ അല്പം അരിപ്പൊടി, പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തൊക്കെ എടുത്താണ്, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നാലും മതി. പിന്നെ അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പഴനുറുക്ക്. ഇത് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഇല്ലെങ്കിൽ കൊച്ചു പഴത്തിൻ്റെ കൊച്ചു നുറുക്കളായാലും മതി. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ അരിപ്പൊടി ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പുട്ടിന് മാവ് നനയ്ക്കുക കേട്ടോ. അല്പം വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് മാവ് നനച്ചെടുക്കുക. ആദ്യം അരിപ്പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്ന് 2 സ്പൂൺ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. നനച്ച അരിപ്പൊടി അല്പം ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് ഇതുമാതിരി 2-3 സ്പൂൺ മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഒരു ബൗളിൽ അരിപ്പൊടിയിലേക്ക് അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി മിക്സ് ചെയ്യുക. അല്പം, ഒത്തിരി വേണ്ട, കുറച്ച് മതി കേട്ടോ. അല്പം ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തും കൂടി മറ്റേ ബൗളിലെ അരിപ്പൊടിയിലേക്ക് അല്പം മാറ്റുക കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യല്ലേ, സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഒന്നങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. 2 ബൗളിലെ അരിപ്പൊടിയെ ഓക്കെ. കുറവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. ഇനി ഞാനൊരു പുട്ടുകോയിൽ എടുത്തിട്ടുണ്ട്, പുട്ടുകോയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം തേങ്ങ ആദ്യമായിട്ട് ചേർക്കുന്ന നാളികേരം. സംശയിക്കേണ്ട, ഇത് പുട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വെജിറ്റബിൾ പുട്ട് കേട്ടോ. ഇതിന് പറയുന്നത് വെജിറ്റബിൾ പുട്ടെന്നാണ്. പിന്നെ അല്പം അരിപ്പൊടി ചേർക്കുക, പ്ലെയിൻ അരിപ്പൊടി. പിന്നെ നമുക്ക് ഇച്ചിരി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അരിപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അതിനോടുകൂടി അല്പം ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്തോളുക. പിന്നീട് അല്പം ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണേ. ഇനി അല്പം തേങ്ങ ചേർക്കുക. നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്, ഇതെല്ലാം വിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അല്പം പഴനുറുക്കും കൂടെ തന്നെ ഇടയ്ക്കൊന്ന് ഇട്ട് ചേർക്കണേ. ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇതിങ്ങനെ ഫില്ല് ചെയ്യാം. ഓയിൽ മാവ് നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുട്ട് തയ്യാറായിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊന്നും ഈ പുട്ട് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കളർഫുൾ പുട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കളറും ഉണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ പഴമൊക്കെ ഇട്ടിട്ടുള്ള മധുരവും കാണും. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അതുകൊണ്ട് വെറുതെ കുട്ടികൾ കഴിക്കാൻ ഒത്തിരി താല്പര്യം ഉണ്ടാവും. അതോ ഇപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ള പുട്ടാണ് കേട്ടോ. നല്ല വെജിറ്റബിൾ പുട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി പുട്ട് ബാക്കി വന്നാൽ തന്നെയും എല്ലാവരും കഴിച്ചിട്ട് അധികം വന്ന് ഇതും ഇനി നമുക്ക് മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി വന്ന പുട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി മാറ്റാം. ഇതെല്ലാം ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചിട്ട്
ഒന്ന് ചൂടാകുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. സവാള കൊത്തിയരിഞ്ഞത് അല്ലെങ്കിൽ ഉള്ളി കൊത്തിയരിഞ്ഞത് അല്പം മതി. പിന്നെ അല്പം ഗ്രീൻ പീസാണ്, ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. അല്പം പീനട്സ്, വറ്റൽമുളക്, പിന്നെ കടുക് ചേർക്കണം കേട്ടോ, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് മൂത്ത് വരും. പെട്ടെന്ന് മൂത്ത് വരുമ്പോൾ പെട്ടെന്ന് കാഷ്യൂനട്ട് ചേർക്കണം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം കാജു ചേർക്കുക, കാഷ്യൂനട്ട് ചേർക്കണം അതിനകത്ത്. അതൊന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഇളക്കിയിട്ടിരിക്കുന്ന പുട്ടിൻ്റെ പൊടിയില്ലേ, അതൊന്ന് പുട്ടുണ്ടാക്കിയ വെജിറ്റബിൾ പുട്ട് ഒന്ന് ഇതിൻ്റെ കൂടി ചേർത്ത് നല്ലതായി ഒന്ന് ഇളക്കുക കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ നമുക്കിനി ആഡ് ചെയ്യാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരൊറ്റ റെസിപ്പി 2 തരം ഡിഷ് ഉണ്ടാക്കി. നല്ലതല്ലേ? തലേ ദിവസത്തെ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. ഇതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ ഒത്തിരി നല്ലതാണ്. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട, വളരെ സ്വാദോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.